Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറക് ചായയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ചായയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കഫറ്റീരിയയിലൊക്കെ കിട്ടുന്ന അതേ മസാല ചായ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മസാല ചായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഒരു പീസ് കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഒടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു നുള്ളി സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാഫ്രോണും കൂടെ ചേർക്കുമ്പോഴാണ് ഈ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ തേയില ചേർത്ത് കൊടുക്കാം. തേയില ചേർക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയില തന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതിനെ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം. മസാലയുടെ ആ ഒരു ഫ്ലേവറും തേയിലയുടെ കടുപ്പും ഒക്കെ നന്നായിട്ട് ഇറങ്ങി വരുന്നവരെ ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. തേയിലയുടെ കടുപ്പ് നന്നായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് ഇവാപറേറ്റഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവാപറേറ്റഡ് മിൽക്ക് തന്നെ ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ 1 കപ്പ് വെള്ളത്തിന് 1.5 കപ്പ് പാലെന്ന അളവിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ചായ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം നമുക്കിതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ ചായ തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ സമയം ചായ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് അരിച്ചിട്ട് ചായ സെർവ് ചെയ്യാം. ഒരിക്കലെങ്കിലും ഈ ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.